ജനജീവിതം ദുരിതത്തിൽ ആഴ്ത്തി ഇടത് ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക് തുടരുന്നു. പണിമുടക്കിൽ സംസ്ഥാന വ്യാപകമായ അക്രമവും ഗുണ്ടായിസവും അരങ്ങേറി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശിവദാസ്, കൊച്ചിയിൽ നിന്ന് ജിജീഷ്, തൃശ്ശൂരിൽ നിന്ന് സാനു, കോഴിക്കോട് നിന്ന് രമ്യ, തമിഴ്നാട്ടിലെ വിവരങ്ങളുമായി അരുണാലത്തൂർ എന്നിവർ പുഞ്ചിരി. ആദ്യം ശിവദാസിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ശിവദാസ്, അടിമുടി അക്രമമാണ്. നെടുമങ്ങാട് ഒരു സ്കൂളിൽ അധ്യാപകരെ പൂട്ടിയിട്ടു എന്ന വാർത്ത വന്നു. വൈകുന്നേരം 5 മണിക്കോ മറ്റോ ആണ് ഇറക്കി വിട്ടത് വരെ. അപ്പോൾ എല്ലാവർക്കും അവകാശങ്ങളുണ്ടല്ലോ. പൊതുജനത്തിന് അവകാശമുണ്ട്, ജീവനക്കാർക്ക് അവകാശമുണ്ട്, യാത്രക്കാർക്ക് അവകാശങ്ങളുണ്ട്. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തർക്ക് മനുഷ്യൻ്റെതായ അവകാശങ്ങളുണ്ട്. സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ എല്ലാവരെയും പൂട്ടിയിട്ട് ഒരിടത്തേക്ക് മാറ്റിവെച്ച് സമരം നടത്തുക എന്നത് ശരിയല്ല എന്ന് ഇനിയെങ്കിലും എല്ലാവരും തിരിച്ചറിയേണ്ട കാലമാണ്. എന്താണ് തിരുവനന്തപുരത്തെ കാഴ്ചകൾ? ഇപ്പോൾ 6:13 ആകുന്നു. ഒരുപക്ഷെ ഈ അവസാന 6 മണിക്കൂറൊക്കെ ആരും ഒന്നും മൈൻഡ് ചെയ്യാറില്ല. കടകൾ തുറക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഇപ്പോഴത്തെ കാഴ്ചകൾ? കൃഷ്ണരാജ്, ദേശീയ പണിമുടക്ക് പലയിടത്തും അക്രമാസക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ തിരുവനന്തപുരത്ത് ജനങ്ങൾ ഈ ഒരു ദേശീയ പണിമുടക്കിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതായത് സ്വകാര്യ വാഹനങ്ങൾ രാവിലെ മുതൽ തന്നെ നിരത്തിൽ ഇറങ്ങിയിരുന്നു. പക്ഷേ KSRTCയും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ബസ്സുകളുമൊന്നും തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല. പലപ്പോഴും ജനങ്ങളെ ഇത് വലിയ രീതിയിൽ തന്നെ വലച്ചിരുന്നു. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ആളുകളും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് യാത്ര പോകേണ്ട ആളുകളും രോഗികളും എല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. പക്ഷേ സ്വകാര്യ വാഹനങ്ങളടക്കം നിരത്തിൽ ഇറങ്ങിയത് ജനങ്ങൾ പൂർണ്ണമായും ഈ ഒരു ദേശീയ പണിമുടക്കിനെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. അതോടൊപ്പം തന്നെ പലയിടത്തും രാവിലെ KSRTC ബസ്സുകൾ സർവീസ് നടത്താൻ ശ്രമിച്ചെങ്കിലും അത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിൽ KSRTC ഡിപ്പോയിൽ ജീവനക്കാരെ തടഞ്ഞു, സർവീസ് നടത്താൻ അനുവദിച്ചില്ല. സമരക്കാരും ജോലിക്ക് എത്തിയവരും തമ്മിലുള്ള വാക്കേറ്റം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നെടുമങ്ങാട് ഒരു സ്കൂൾ തുറക്കാൻ അധ്യാപകർ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവിടെയും സമരക്കാർ എത്തി സ്കൂൾ അടപ്പിച്ചു. അതോടൊപ്പം തന്നെ അധ്യാപകരെ ഈ സ്കൂളിനുള്ളിൽ പൂട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരെ പിന്നീട് വൈകിട്ടാണ് തുറന്നു വിട്ടത്. ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു അനിഷ്ട സംഭവങ്ങൾ, അതായത് അക്രമം നിറഞ്ഞ ഒരു അനിഷ്ട സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പണിമുടക്കിനെ തുടർന്ന് അവയവ കൈമാറ്റം വൈകി എന്നുള്ളതാണ്. KSRTC കൊറിയർ സർവീസിൽ അയച്ച അവയവം പ്രതിഷേധക്കാർ കൊറിയർ സർവീസ് അടപ്പിച്ചതോടെ അത് വൈകി. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കൊറിയർ വഴി അയച്ചതായിരുന്നു. ഇത് കണ്ണിൻ്റെ കോർണിയയാണ് കൊറിയർ വഴി അയച്ചത്. ഏറ്റുവാങ്ങാനായി ആശുപത്രി അധികൃതർ ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. ഇങ്ങനെയുള്ള വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഇതുവഴി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പോസ്റ്റ് ഓഫീസ് അടപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പോത്തൻകോട് തുറന്ന് പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസ് സമര ആനുകൂലികൾ അടപ്പിച്ചു. ഇങ്ങനെ ഇത്തരത്തിലുള്ള പല ഇടങ്ങളിലും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറി. പക്ഷേ പൊതുവിൽ പൊതുജനങ്ങൾ ഈ ഒരു ഹർത്താലിനെ അല്ലെങ്കിൽ ഈ ഒരു ദേശീയ പണിമുടക്കിനെ പൂർണ്ണമായും തള്ളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം പലയിടങ്ങളിലും ഇത്തരത്തിൽ വാഹനങ്ങൾ പൂർണ്ണമായും തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളാണ് നിരത്തിൽ ഇറങ്ങിയത്. ചില ഇടങ്ങളിൽ കടകൾ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ പലയിടത്തും മിക്ക ഇടങ്ങളിലും കടകൾ പൂർണ്ണമായും അടച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഹർത്താൽ എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ബന്ദ് കേരളത്തിൽ ഉണ്ടായിരുന്നു, സർവ്വസാധാരണമായിരുന്നു. പക്ഷേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള ബന്ധോ അല്ലെങ്കിൽ ഹർത്താലോ ഈ രീതിയിലുള്ള പണിമുടക്കോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ പൂർണ്ണമായും അത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉള്ളത്. കാരണം ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു ഹർത്താൽ. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു, അവർക്ക് സ്വതന്ത്രമായി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു ദേശീയ പണിമുടക്ക്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹർത്താലുകളോ പണിമുടക്കോ ഒന്നും തന്നെ കേരളത്തിലെ ജനങ്ങൾ കുറേ കാലങ്ങളായി അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ CITU അടക്കമുള്ള സംഘടനകൾ ഇത് വലിയ രീതിയിലുള്ള കേരളം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അക്രമാസക്തമായ നിലയിലേക്ക് പലയിടങ്ങളിലും സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായിരുന്നു. ആ തലത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. എന്തായാലും ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഒരു ഹർത്താൽ കൂടിയാണ് അല്ലെങ്കിൽ പണിമുടക്ക് കൂടിയാണ് ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി വരെയാണ് ഈ ഒരു ദേശീയ പണിമുടക്ക്. രോഹിണി, ശരി. ശിവദാസ് തുടരുക. നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇനിയും പൊതുജനങ്ങൾ പ്രതികരിച്ചെന്ന് വരാം. അവരിലേക്കൊന്ന് പോകാൻ ശ്രമിക്കുക. പൊതുജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നമുക്കറിയണമല്ലോ. അതിന് 18 മണിക്കൂർ പിന്നിടുകയാണ്. ഇതുവരെ അനുഭവിച്ച ദുരിതം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? കാരണം മതി, നിങ്ങളുടെ പ്രതിഷേധമൊക്കെ മതി, നിങ്ങൾ നിരത്തിലിറങ്ങാൻ പോവുകയാണ്, പറയട്ടെ ആൾക്കാർ.
അപ്പോൾ അവരിലേക്ക് കൂടി പോകാൻ ശിവദാസ് ശ്രമിക്കണം. അതെ, ഈ നമ്മുടെ തലസ്ഥാന ജില്ലയിൽ നിന്ന് നമുക്ക് നേരെ ഇനി കൊച്ചിയിലേക്ക് പോകാം. അവിടുത്തെ സാഹചര്യം ഏത് രീതിയിലാണ് എന്നുള്ളത് വിലയിരുത്താൻ ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ഒരുപക്ഷെ വ്യവസായ മേഖലയാണ്, കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടികളുടെ നഷ്ടം സംഭവിക്കാൻ പോകുന്ന ഒരിടമാണ്. അതെ അതെ, അത് മാത്രമല്ല വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നറിയാം. ജിജീഷ്, എങ്ങനെയാണ് ദേശീയ പണിമുടക്കിനോട് കൊച്ചി നഗരം പ്രതികരിച്ചിരിക്കുന്നത്? നമ്മൾ തലസ്ഥാന ജില്ലയുടെ കാഴ്ച കണ്ടതാണ്. ഏകദേശം എല്ലാവരും തന്നെ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അവരൊക്കെ തള്ളിക്കളയുന്ന ഒരു മനോഭാവം തന്നെയാണ്. പലയിടങ്ങളിലും ഭീഷണിപ്പെടുത്തിയാണ് പലതും അടപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. കൊച്ചിയിലെ കാഴ്ച എന്തൊക്കെയാണ്? രോഹിണി, കൊച്ചിയിലും വലിയ തോതിൽ തന്നെ ഈ സമരത്തെ രാവിലെ മുതൽ തന്നെ സമരത്തോട് മുഖംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനം തന്നെയായിരുന്നു പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സാധാരണ നിലയിൽ രാവിലെ മുതൽ തന്നെ വാഹനങ്ങളെല്ലാം തന്നെ നിരത്തിലേക്ക് ഇറങ്ങി. കൂടുതൽ വാഹനങ്ങൾ, അതായത് സ്വകാര്യ വാഹനങ്ങളടക്കം നിരത്തിലിറങ്ങി. ഈ ഒരു സമയത്ത് പല സ്ഥലത്തും പ്രകടനമായി എത്തിയ സമരാനുകൂലികൾ, പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയായിരുന്നു. പലയിടത്തും ഇത്തരത്തിൽ സമരാനുകൂലികൾ റോഡിലേക്ക് ഇറങ്ങിയതോടുകൂടി വാഹനങ്ങൾ തടയുകയും ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കടകമ്പോളങ്ങൾ പലതും രാവിലെ തന്നെ സാധാരണ നിലയിൽ തുറന്നിരുന്നു. കാരണം ഈ ഒരു ഇത്തരത്തിലുള്ള പണിമുടക്കുകളോട് എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയായിരുന്നു ഈ ഒരു പണിമുടക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണ് മധ്യകേരളത്തിൽ പലയിടത്തും കായികമായി തന്നെ ഈ ഒരു സമരം മാറി കായികമായി ആളുകളെ നേരിടുന്ന രീതിയിലേക്ക്, ഒപ്പം തന്നെ കടകൾ ബലം പ്രയോഗിച്ച് അടപ്പിക്കുന്ന നിലയിലേക്ക് എല്ലാം തന്നെ ഇത് മാറുകയും ചെയ്തു. ഇവിടെ ഏറ്റവും പ്രധാനമായും അക്രമസമരങ്ങൾ അല്ലെങ്കിൽ കയ്യേറ്റങ്ങൾക്ക് സമാനമായ രീതികൾ ഉണ്ടായത് അങ്കമാലിയിലടക്കമാണ്. അവിടെ സമരാനുകൂലികൾ പ്രകടനം നടത്തുന്നതിനിടയിൽ KSRTC ബസ് തടയാൻ ശ്രമിച്ചു. ഡിപ്പോയിൽ നിന്ന് ഇറങ്ങിയ ബസ് വീണ്ടും തിരികെ അങ്ങോട്ട് തന്നെ കയറ്റി വിടാൻ ശ്രമിച്ചു. മറ്റു ചില സർവീസുകൾ ഉള്ളതുകൊണ്ട് മാത്രം, പ്രത്യേകിച്ച് കൊച്ചി മെട്രോ പോലുള്ള സർവീസുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആശ്വാസമായത്. വാട്ടർ മെട്രോയും കൊച്ചി മെട്രോയും എല്ലാം തന്നെ സാധാരണ നിലയിൽ സർവീസ് നടത്തിയെങ്കിൽ കൂടി പുറത്തിറങ്ങിയ വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ അടക്കം പലയിടത്തും തടയുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സമരത്തെ, അതായത് കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം വർഷാവർഷം കൃത്യമായി തന്നെ നടത്തി വരുന്ന നേതാക്കളടക്കം CITയുടെയും INTUCയുടെയും നേതാക്കൾ ഓഫീസ് റൂമുകളിൽ നിന്ന്, ശീതീകരിച്ച ഓഫീസ് റൂമുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരേ ഒരു ദിനമായി മാറിയ ഈ ഒരു പണിമുടക്ക് അത്തരത്തിൽ തന്നെയായിരുന്നു ഇന്നും സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പൂർണ്ണമായും തന്നെ വാഹനങ്ങളെല്ലാം സാധാരണ നിലയിലേക്ക് സർവീസ് ആരംഭിച്ചിരിക്കുന്നു. കാരണം അർദ്ധരാത്രി 12 മണി വരെ നീളുന്നതാണ് സമരമെങ്കിൽ കൂടി ഈ ഒരു ഘട്ടത്തിലും നിരത്തുകളിലെല്ലാം തന്നെ വാഹനങ്ങൾ സാധാരണ നിലയിലേക്ക് സർവീസ് മാറ്റിയത് നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ അങ്കമാലിയിൽ വാഹനങ്ങൾ KSRTC ബസ് രാവിലെ തടഞ്ഞു. അതോടുകൂടിയാണ് മറ്റ് സർവീസുകൾ മുടങ്ങിയത്. മാത്രമല്ല ഷിപ്പ് യാർഡിലാണെങ്കിലും ഒപ്പം തന്നെ കൊച്ചി തുറമുഖത്താണെങ്കിലും എല്ലാം തന്നെ തൊഴിലാളികൾ ഈ സമരത്തോട് വലിയൊരു എതിർപ്പ് പ്രകടിപ്പിച്ച് അവരെല്ലാം ജോലിക്ക് കയറി. കൊച്ചി ഷിപ്പ് യാർഡിൽ 78% ആളുകളും തുറമുഖത്തെ 88% തൊഴിലാളികളും തൊഴിലിനെ കയറി അവർ തൊഴിലെടുക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു. BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളായിരുന്നു സമരത്തിൽ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഇത്തരം സമരങ്ങളോട്, അല്ലെങ്കിൽ അനാവശ്യ സമരങ്ങൾ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് എന്ന് വ്യക്തമാക്കി തന്നെയായിരുന്നു BMS ഈ ഒരു സമരത്തിൽ പങ്കാളികളാകാതെ മാറി നിൽക്കുകയും ചെയ്തത്. ആ ഒരു സമരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടത്തും തൊഴിലാളികൾ സ്വകാര്യ സ്ഥാപനങ്ങളിലാണെങ്കിലും മറ്റു കമ്പനികളിലാണെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ കൂടുതൽ ആളുകൾ ജോലിക്ക് സാധാരണ നിലയിൽ കയറുകയും എല്ലാം ചെയ്തു. ഇത്തരത്തിൽ സമരത്തെ പൂർണ്ണമായും തന്നെ തള്ളിക്കളയുന്നതും, ഒപ്പം ഈ ഒരു സമരം ഇത്തരത്തിൽ ആവർത്തിക്കുന്ന സമരാഭാസങ്ങൾ അത് ജനവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കി ആളുകൾ പ്രതികരിച്ചു തുടങ്ങി എന്നതിൻ്റെ ദൃഷ്ടാന്തം തന്നെയായി മാറുകയായിരുന്നു ഈ ഒരു പണിമുടക്ക്. ശരി, എന്തായാലും ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് എത്തേണ്ടതുണ്ട്. നേരത്തെ കൃഷ്ണൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ പ്രതികരണമാണ് ഇതിൽ പരമപ്രധാനം. അവർ ഇത് പാടെ തള്ളിക്കളയുമ്പോൾ, അതെ, അവരുടെ രോഷം കൂടി ഇതിനിടയിൽ അവർ പ്രകടിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.